തിരുവിതാംകൂറിനു വേണ്ടി ദിവാൻ വി രാമയ്യങ്കാറും മദ്രാസ് സംസ്ഥാനത്തിനു വേണ്ടി കൊച്ചി തിരുവിതാംകൂർ റെസിഡന്റ് ജോൺ ചൈൽഡ് ഹാനിങ്ടണും 1886 ഒക്ടോബർ 29-നാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറുണ്ടാക്കിയത്. 999 വർഷത്തേക്കാണ് കരാർ. കരാറിൽ 7 വ്യവസ്ഥകളാണുള്ളത്. തിരുവിതാംകൂറിന്റെ അധീനതയിലുള്ള 8000 ഏക്കർ സ്ഥലത്ത് പെരിയാറിനെ അണകെട്ടി നിർത്താനും അണയ്ക്ക് 100 ഏക്കർ സ്ഥലം കൂടി നൽകാനുമായിരുന്നു പ്രധാന വ്യവസ്ഥ. 1886 നിർമ്മാണം തുടങ്ങിയ അണക്കെട്ട് 1895 ഒക്ടോബർ 10-നാണ് കമ്മീഷൻ ചെയ്തത്. 1941 പാട്ടക്കരാറിന്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ട് തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ രംഗത്തു വരികയും കേസിൽ ദിവാൻ വിജയിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതോടെ സാധുത നഷ്ടപ്പെട്ട കരാർ മുഖ്യമന്ത്രി T. അച്യുതമേനോന്റെ കാലത്ത് 1970 മെയ് 29-ന് 2 അനുബന്ധ കരാറുകളിലൂടെ പുതുക്കിയതാണ് ഇന്നത്തെ പ്രതിസന്ധിക്കിടയാക്കിയത്. 1954 മുതൽ മുൻകാല പ്രാബല്യത്തോടെ പുതുക്കിയ കരാർ അനുസരിച്ച് പാട്ടത്തുക ഏക്കറിന് 30 രൂപയായി നിശ്ചയിച്ചു. 1958 മുതൽ തമിഴ്നാട് മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദനവും തുടങ്ങി. അതിനും അച്യുതമേനോൻ സർക്കാരിന്റെ അനുവാദം ലഭിച്ചു. 30 വർഷത്തിലൊരിക്കൽ പാട്ടക്കരാർ പുതുക്കണമെന്നും നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. ഇതുപ്രകാരം 2000 കരാർ പുതുക്കേണ്ടതായിരുന്നു. എന്നാൽ കേരളം പാട്ടത്തുക ഉയർത്തിയില്ല. പാട്ടം പുതുക്കി സ്വീകരിച്ചാൽ കരാർ അംഗീകരിക്കുന്നതിന് തുല്യമാകുമെന്ന് നിയമോപദേശം ലഭിച്ചതിനാൽ അധിക വരുമാനം വേണ്ടെന്നു വെച്ചു. എങ്കിലും പഴയ നിരക്കിൽ തമിഴ്നാട് കേരളത്തിന് മുടങ്ങാതെ പണം നൽകുന്നുണ്ട്. ചുണ്ണാമ്പും ശർക്കരയും ചേർത്ത സുർക്കിയും കരിങ്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ഡാമിന് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ പെന്നിക്വിക് 50 വർഷമാണ് ആയുസ് കൽപ്പിച്ചത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെപ്പറ്റിയും 999 വർഷത്തെ പാട്ടക്കരാറിന്റെ സാധുതയെപ്പറ്റിയുമുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.